കായലരികത്ത് വളയെറിഞ്ഞപ്പോ നമ്മളാ കാതിരാക്കാൻ നായി അടിച്ചേക്കണല്ലോടാ. കാതിരാക്കാൻ നായി അടിച്ചേക്കണേ. പോയി ഇപ്പൊ കടിച്ചിട്ടുള്ളൂ. എന്താ പറഞ്ഞിട്ട് ഇപ്പൊ പറഞ്ഞിട്ട് നമ്മളാ ഔറാങ്കാക്കലിടോ വരണേ. ആണ് പോയിക്കോട്ടെ, മുണ്ടണ്ടാണ് പോയിക്കോട്ടെ. കുട്ടികളെ എന്താ വിളക്കണ്? ഞങ്ങളെ നമ്മളെ കാതിറാക്കല്ലേ, നിങ്ങളെ തുണക്കാരൻ കാതിറാക്ക, അയാളെ രാവിലെ ആ ചായപ്പൂടിയും കാലിച്ചാടിച്ച പോയപ്പോ നായി ആ കടിച്ചു പൊളിച്ചു പറഞ്ഞു. നായി കടിച്ചിക്കണോ? അയാളെ പിന്നെ പറയാൻ പറ്റാത്തൊക്കെ കടിച്ചിക്കണോ. നമ്മളെ ഇവിടുത്തെ കാതിറാക്ക ആ വീടിന്റെ ബാക്കിലുള്ള കാതിറാക്കേ ആ ചായപ്പൂടിക്ക് ചായ കുടിച്ചാൻ പോയതാണ് അയാൾ. എവിടെയൊക്കെ കടിച്ചിക്കണോ? പറയാൻ പറ്റാത്തൊക്കെ കടിച്ചു. ആർക്കേ കടിച്ചു ഒന്നും പറയാനില്ലെന്നാ പറഞ്ഞു. ഞങ്ങളാണ് പോവാൻ നിക്കാണ്. പോയി നിക്കാണ്. ഒന്നമ്മ അവിടെ വരെ ഒന്ന് പോയി നോക്കല്ലെന്ന്. പോയി നോക്കുക. ഞങ്ങൾ എന്തായാലും പോവാൻ നിക്കാണ്. ആയിക്കോട്ടെ, എന്നാ പോയി നോക്കാം. ഒന്ന് വരും. എത്തപ്പോ കാതിലുണ്ടായി ഉണ്ടായതൊന്നും പറയണ്ട. അതൊക്കെ വലിയ അല്ലാത്തൊരു ബുദ്ധിമുട്ടായി പോയി. ഞാനേ എന്റെ മൂത്ത മോനെ അവിടെ പോയതാണ്. മൂത്ത മോൻ്റെ അവിടെ അവിടെ ഇന്നലെ അവിടെ പറഞ്ഞിട്ട് മൂത്ത മോൻ ഖത്തർക്ക് പോവാണ്. അപ്പൊ പോവാൻ പറഞ്ഞ് എന്റെ വാപ്പ ഇവിടെ നോടി നാളെ പോയാൽ മതിയായിരുന്നു. അപ്പൊ ഞാൻ സുബൈക്ക് പോന്നാണ്. സുബൈക്ക് പോകുന്ന നമ്മളാ നായരുടെ കടയിലേ അവിടെ കയറി കാൽച്ചായൊക്കെ കുടിച്ചിട്ടാണ് ഇങ്ങനെ പോരാണ്. അപ്പൊ ആ വലിയൊരു പട്ടി കിടക്കുന്നുണ്ട്. പട്ടിയ നായനാണ് അവിടെ കിടക്കുന്നുണ്ട്. ഞാനേ അത് അത്ര ശ്രദ്ധിച്ചില്ല. ഞാനിവിടെ പോരുമ്പോ കുറച്ചുകൂടെ കഴിഞ്ഞൊക്കെ നായിന്റെ പിന്നാലെ വന്ന് കടിച്ചാണ്. അതല്ല ഡോക്ടറെ കാണിച്ചേക്കണേ. മരുന്നുണ്ട് കുറെ സൂചിയൊക്കെ അടിച്ചേക്കണേ. പൂക്കളിൽ ഇട്ടോട്ടോ അവിടെ ഇവിടെ ഒക്കെ വലിയ സൂചിയാണ് അടിച്ചേക്കണ്ടൊക്കെ. അപ്പൊ അങ്ങനത്തെ ഏത് നായി അടിച്ചാലും അങ്ങനത്തെ കുമ്പളങ്ങ ചാറ് കൂട്ടണേ. ഇത് സാധാ നായല്ലേ? അതല്ലേ എല്ലാരും പറഞ്ഞേ. നമ്മളിപ്പോൾ ഈ പായമ്മക്കാര് പറഞ്ഞേക്കാ ഈ കുമ്പളങ്ങച്ചാറിന്റെ നീര് കുടിച്ചാ വേപ്പുണ്ടെങ്കിൽ പതിനാല് ദിവസം കഴിച്ചണ്ടേ? അങ്ങനെങ്കിലും നോക്കിക്കണ. അങ്ങനെ 14 ദിവസം ആയിട്ടില്ലല്ലോ ഇപ്പൊ. ഇതിപ്പോ അത് 14 ദിവസം ആയില്ല. അവരിപ്പോ 10 ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും. അല്ല നല്ല നായാണ് ഈ 14 ദിവസം വണ്ടിയല്ലേ. എങ്ങനെ അറിയില്ല. ഇനിയിപ്പോ നമ്മള് കുറച്ച് മരുന്നൊക്കെ കഴിച്ചു നോക്കാം. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പം വലിയ അതായിട്ടൊന്നും തോന്നുന്നില്ല. അപ്പൊ കഴിച്ചതൊക്കെ ഭയങ്കര കടച്ചലാണ്. കുക്കളെ ഇട്ടോട്ടല്ല ആകെ നായി കടിച്ചിട്ടേ. ഇനി കടിച്ചാടി ബാക്കിയില്ല. എല്ലായിടത്തും നായി പെരും കടിച്ച് ഇതായിക്കണം. കടിച്ച് പൊളിച്ചേക്കണേ. ഇവിടൊക്കെ മീൻ അവിടെ ഇവിടൊക്കെ ഏതായാലും ഓരോരോ മുസ്ലിമത്ത് വന്ന് വെട്ടാൻ എന്താ ചെയ്യാ? കുഴപ്പമൊന്നുമില്ല. കഴിച്ചതായതേ വലിയ ബാക്കിയായി. കുഴപ്പമില്ല. ഞമ്മക്ക് ഈ നമ്മള് ഓരോ പണിയെടുത്ത് കൂടെ നടക്കണ്ടല്ലേ നമ്മളെ വെക്കുമ്പോ. ഇവൻ പറഞ്ഞ നായിക്കറിയില്ലല്ലോ ഇപ്പൊ ഇത് കാതറാണെന്നും. നായി കടിച്ചോണ്ട് കൊടുത്തു. നായി നമ്മളെ നേരത്തെ തന്നെ വന്ന് കടിച്ചെന്ന് വെച്ചാലേ നമ്മള് സൈഡിൽ പോയിട്ട് പോരല്ലേ. നായി അവിടെ കിടക്കുന്ന നമ്മള് പാലിട്ടുണ്ട്. ഈ കടിച്ച നായിയാണെങ്കിലല്ലേ നമ്മള് വിട്ടു പോരാ. അത് നമ്മളാ സൈഡിൽ കൂടി പോകുന്നതല്ലേ. നമ്മളെ ആ ഞാനൊരു ചായ കുടിച്ച് കണ്ടിട്ട് പോരില്ല നോക്കുമ്പോഴേ. അതാണ് ഇപ്പൊ ഉണ്ടായത്. വേർപ്പൊന്നും ആയിട്ടൊന്നും കണ്ടിട്ടില്ല. നമുക്കിപ്പോ വാർത്തയിട്ടാൻ തോന്നിയിട്ടില്ല. മാനോ ഇത് മച്ചീന്റെ ലക്ഷണാണ്.